ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് വെറുതെ കർമ്മയിലൊന്ന് പോവാണ്ടാ. കർമ്മയിലെന്ന് വെച്ചാൽ വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ എല്ലാ സ്ഥലത്തൊന്നും സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ. അവിടുത്തെ എല്ലായിടത്തെ ഭക്ഷണമൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചില സ്ഥലത്ത് ഇഷ്ടമുണ്ട്. അപ്പോൾ അവിടേക്ക് കഴിക്കാനായിട്ട് പോവുകയാണെന്ന്. അപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാവട്ടെ. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകണമെന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. ഇപ്പോൾ രാത്രി ഒരു 7 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നടന്ന് പോകാനാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് ഇന്നത്തെ അവസ്ഥ അറിയില്ല, കാരണം ഇന്ന് മൺഡേ ആണ്. അപ്പോൾ തിരക്കൊക്കെ കുറവായിരിക്കും. എന്നാലും എന്താണ് അവസ്ഥ എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ പോകാനും അവിടെ ബുദ്ധിമുട്ടാണ്, നടന്നിട്ട് പോകാനും ബുദ്ധിമുട്ടാണ്. കാരണം നടക്കാനുള്ള ഏരിയയിൽ കൂടെ വണ്ടിയും പോകും, ചിലപ്പോൾ വണ്ടി പോകുന്ന ഏരിയയിൽ കൂടെ ആൾക്കാർ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് രണ്ടും അത്ര സേഫായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എന്തായാലും പോകണമെങ്കിൽ ഏതെങ്കിലും മാർഗം കൊണ്ട് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അവിടെയൊക്കെ പോയി നടക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നും, കർമ്മയല്ലാതെ ഞാൻ വേറെ എവിടെ പോകാനാ, നമുക്ക് അവിടെ അടുത്ത് കർമ്മയാണുള്ളത്. അവിടുത്തെ ഇന്നത്തെ കാഴ്ചകളും ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാം. പിന്നെ എൻ്റെ ചുരിദാർ സത്യം പറഞ്ഞാൽ ഇത് പ്യുവർ കോട്ടനാണ് കേട്ടോ. നല്ല സുഖമാണ് ഈ ചുരിദാർ ഇടുമ്പോൾ. അത് മാത്രമല്ല നല്ല കട്ടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല കോട്ടൻ്റെ തന്നെ ലൈനിങ്ങും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് ചൂട് കുറവുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ കുറച്ച് ചൂട് കുറവുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അതായത് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ തണുക്കുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ എന്താ പറയുക, അതുകൊണ്ടാണ് എപ്പോഴും ഇതന്നെ ഇടുന്നതിനുള്ള കാരണം അതാണ്. നിങ്ങളൊക്കെ കൂടുതലും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക കൂടുതലും ഈ ഡ്രസ്സായിരിക്കും. അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അന്ന് പോക്കറ്റ്, അപ്പോൾ അത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ കുറച്ചധികം ചുരിദാർ വാങ്ങിക്കണം, എന്നിട്ട് വേണം എനിക്ക് ഇതൊന്ന് മാറ്റി പിടിക്കാൻ. അപ്പോൾ ബാക്കിയുള്ള ഒരുവിധം എല്ലാ ചുരിദാറിലൊന്നും അങ്ങനെ പോക്കറ്റ് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു മെറ്റീരിയലല്ല. ചില സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതാകുമ്പോൾ നമ്മൾ നല്ല കംഫർട്ടാണ്. നമുക്ക് അത്യാവശ്യം ഒന്നാമത് എനിക്ക് കോളറുള്ള ഡ്രസ്സുകളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചുരിദാറാണത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത് ഇടുന്നത്. നിങ്ങൾ വിചാരിക്കും എൻ്റെ എല്ലാ വീഡിയോയിലും എനിക്കിത് തന്നെ ഉള്ളൂ എന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു മറുപടിയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒന്ന് പോയിട്ട് അവിടെയൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണേ. കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ തണുപ്പൊന്നുമില്ല, തണുപ്പുമില്ല ചൂടുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. നല്ലൊരു കാലാവസ്ഥ. പക്ഷെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സൈലൻ്റായിട്ട് ഏതോ പള്ളിയിൽ നിന്ന് ഉള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടെ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ടും അതൊക്കെ തന്നെയല്ലേ സൗണ്ടും. എന്നാലും ഭയങ്കര ഭയങ്കര രസം. സത്യത്തിലേ എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പാലമില്ലേ, ഹാർബറിലേക്കുള്ള പാലം, ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ വേറൊരു ലോകത്തിലെത്തിപ്പെട്ട പോലെ തോന്നാം. ഇവിടുത്തെ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ അവരുടെ ആ മത്സ്യത്തൊഴിലാളികളുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതും ഒക്കെ കൂടി ഉണ്ട് കാണുമ്പോൾ വേറൊരു ലോകത്തിലേക്ക് എത്തിയ പോലെയാണ് തോന്നാം. ഞങ്ങൾ കഴിഞ്ഞ തവണ രാമേശ്വരത്ത് പോയ സമയത്ത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അത് അവിടെ കണ്ടപ്പോൾ എന്തോ ഒരു വേറൊരു ലോകം പോലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പറയും KGF-ൻ്റെ വേറൊരു രൂപം അങ്ങനെയൊക്കെ പറയും ഞങ്ങൾ. കാരണം അവിടെ ഒരു ലോകം അവിടെ ഉള്ള പോലെയല്ലേ തോന്നുക. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. രാമേശ്വരത്ത് പോയപ്പോൾ കണ്ടത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു. അവിടുത്തെ ആ ബോട്ടുകളും ആ ഒരു പാലത്തിൻ്റെ കളറും എല്ലാം കൂടി അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ലോണം തിരക്ക് കുറവാട്ടോ. ഇന്ന് മൺഡേ ആണല്ലോ. മൺഡേ ആണെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താ അറിയില്ല, ഇപ്പോൾ എന്തോ തിരക്ക് വളരെ കുറവാണ്. വാഹനങ്ങളാണെങ്കിലും ഷോപ്പിലൊക്കെയും അത്ര തിരക്കൊന്നുമില്ല, കുറവാണ്. ആളുകളുടെ തിരക്ക് കുറവാണ്. സൺഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ പറയണ്ട. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോഴായിരിക്കും നല്ല തിരക്കുണ്ടാവുക. അപ്പം എന്താ ഇനി വീട്ടിൽ പോവല്ലേ? ഇനി വീട്ടിൽ പോവാട്ടോ. കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. ചെറുത് കുറേ പോണം എന്ന് പറയുന്നു. മൂത്താളും ഇപ്പോൾ അവിടെ ഉണ്ട് കോളേജിൽ. കുറച്ച് ദിവസം വാല്യുവേഷൻ ക്യാമ്പൊക്കെ ആയിട്ട് അവൾക്കും അവധിയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ല ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളത്. നമുക്ക് അടുത്താണെങ്കിലും യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഇഷ്ടമാണ്. പിന്നെ കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതൊരു രസമല്ലേ. അപ്പോൾ അവൾ കുറേ പറയുന്നു നല്ല പാലം. ഇവിടെ പാലം കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.